ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മട്ടൻ മാംസത്തിനെ കുറിച്ച് അഥവാ ആടിൻ്റെ മാംസത്തിനെ കുറിച്ചാണ്. ആട് മാംസം മറ്റു മാംസങ്ങളെക്കാൾ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഔഷധ യോഗ്യമായ ഒന്നാണ് ആടിൻ്റെ മാംസം. തല മുതൽ ഒരാട് മുഴുവനായിട്ടും ഔഷധയോഗ്യമാണ്. ഒരു വ്യക്തി ആദ്യം അതിൻ്റെ തലയും പിന്നെ അതിൻ്റെ കഴുത്ത് ഭാഗങ്ങളും പിന്നെ 2 മുൻകൈയും പിന്നെ അതിൻ്റെ ബാക്ക് കാലുകളും അതുപോലെ അതിൻ്റെ ബോഡിയും അല്പാൽപമായി ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പേടിപ്പെടുത്തുന്ന രോഗങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. മാംസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ആട്ടിറച്ചിയാണ്. പശുവിറച്ചിയേക്കാൾ ദഹനത്തിന് എളുപ്പമുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രമായ തിബുൻ നബവിയ ഗ്രന്ഥത്തിൽ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആടിറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് മുൻകാലിലെ മാംസമായിരുന്നു. മുൻകാലിലെ ഇറച്ചി കൂടുതൽ മൃദുവായതും ദഹിക്കാൻ എളുപ്പവുമാണ് എന്നതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ഇഷ്ടപ്പെടാൻ കാരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആട്ടിറച്ചി പാചകം ചെയ്ത് നൽകുമ്പോൾ അവർ ആദ്യം മുൻകാൽ ഭാഗമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം. ആടിനെ വളർത്തുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിരുന്നു. തൻ്റെ അനുചരന്മാരോട് അവിടുന്ന് പറയുമായിരുന്നു, നിങ്ങൾ ആടുകളെ വളർത്തുക, നിശ്ചയം അതിൽ ബർക്കത്തുണ്ട് അഥവാ അനുഗ്രഹമുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. നബിമാരുടെ എല്ലാം ഒരു പൊതുവായ തൊഴിൽ ആടുമേക്കലായിരുന്നു എന്നും അവിടുന്ന് പറഞ്ഞു. സഹാബത്തും മുൻഗാമികളായ പ്രവാചകന്മാരുമൊക്കെ അധികവും ആട് വളർത്തുന്ന ജോലിയുള്ളവരായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആടിറച്ചി വളരെ ഗുണമുള്ള ഒരു ഔഷധയോഗ്യമായ മാംസമാണെങ്കിലും പ്രത്യേകിച്ച് ആടിൻ്റെ തല, ഹെഡ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ചില കുട്ടികൾക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവാത്തവർ, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാത്തവർ, അതുകൊണ്ട് മാതാപിതാക്കൾ ടെൻഷൻ അടിക്കുന്നവർ എന്നിങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല ഒരു ചൂർണം, ഒരു മരുന്നിൻ്റെ കൂട്ട് ഞാൻ നിർദ്ദേശിക്കുന്നു. ഇത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി പറയുന്ന മരുന്നുകൾ ശേഖരിച്ച് നിങ്ങൾ അത് ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിച്ചിട്ട് മനസ്സിലാവാത്ത, ഓർമ്മശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു 3 പ്രാവശ്യം ഇത് ഉണ്ടാക്കി നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തിയുള്ള, ബുദ്ധികൂർമ്മതയുള്ള മക്കളായി തീരും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് എന്ന് നാം പറയാം. ആണാടിൻ്റെ തലഭാഗത്തിൻ്റെ എല്ലാണ് വേണ്ടത്. ഏറ്റവും തലയുടെ എല്ല് അഥവാ അതിൻ്റെ മണ്ട, അത് ശരിക്കും മാംസമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശരിക്ക് കഴുകി വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് വെയിലിൽ വെച്ച് ഉണക്കി തീയിൻ്റെ കണലിൽ അത് വേവിച്ചെടുക്കുക, അഥവാ തീയിൻ്റെ കണലിൽ അത് ചുട്ടെടുക്കുക. തീക്കണലിൽ തന്നെ വേണം, ഗ്രില്ല് ചെയ്യരുത്. ചുട്ടെടുത്തതിന് ശേഷം അത് പൊടിക്കുക. പൊടിച്ച ചൂർണം മാറ്റിവെച്ച് അതിലേക്ക് ബ്രഹ്മി 50 ഗ്രാം, വയമ്പ് 10 ഗ്രാം, കരിഞ്ജീരകം 25 ഗ്രാം, കർലകം 15 ഗ്രാം. കർലകം വൈദ്യന്മാരുടെ കടയിൽ ചെന്ന് ചോദിച്ചാൽ കിട്ടും. ഇവയെല്ലാം ശരിക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിക്കുക.
പൊടിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വച്ച ആടിൻ്റെ മണ്ടയുടെ ചൂർണവും ഇവയും മിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് വറുത്തെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം ഗ്ലാസ് കുപ്പിയിലേക്ക് ആക്കി വെക്കുക. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ വീതം 2 നേരം ചെറുതേൻ ചേർത്തി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി നാക്കിൽ തേച്ച് കൊടുത്താൽ കുട്ടികൾക്ക് അത് കഴിക്കുക. ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇല്ലാത്ത, പഠിച്ചത് മറക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകും. അതുകൊണ്ട് ഈ റെമഡീസ് ഒന്ന് ഉണ്ടാക്കി എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. നല്ല ബുദ്ധിയുള്ള കുട്ടികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം.